എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ പിന്നിൽ ലോകമാണ്, എൻ്റെ മുൻപിൽ ക്രൂശതും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. യേശുവിൻ്റെ പിന്നാലെ ഞാൻ പോകുവാനെൻ ആത്മാവിൽ തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. എൻ്റെ കൂടെ ആരുമില്ല എങ്കിലും ഞാൻ പോയിടും. തീരുമാനം ചെയ്തു മേലിൽ പിന്നിലേക്കിൽ അല്പവും. ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിൻ്റെ മഹത്വം ഉണ്ടാകട്ടെ. സദൃശവാക്യങ്ങളുടെ പുസ്തകം 29 അധ്യായം 25 വാക്യത്തിൻ്റെ ആദ്യ ഭാഗം മാത്രം വായിക്കാം. സദൃശവാക്യങ്ങൾ 29-25. മാനുഷഭയം ഒരു കെണിയാകുന്നു. മാനുഷഭയം ഒരു കണിയാകുന്നു. മനുഷ്യരെ ഭയപ്പെടുന്നത് അതൊരു കെണിയാണ്. നാം ജീവിതത്തിൽ നേരിടുന്ന കെണികളെക്കുറിച്ച് ചിന്തിച്ച് വരികയായിരുന്നു. മനുഷ്യജീവിതത്തിൽ വരുന്നതായ കെണികൾ, മനുഷ്യനെ കെണിയിലാക്കുന്നതായ പിശാചിൻ്റെ തന്ത്രങ്ങൾ, മനുഷ്യനെ കുരുക്കിലാക്കുന്ന പിശാചിൻ്റെ അവൻ്റെ ഉപായങ്ങൾ, അവൻ്റെ സൂത്രങ്ങൾ, ഇതിനെക്കുറിച്ചെല്ലാം നാം ചിന്തിച്ച് വരികയായിരുന്നു. കെണികൾ. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു. മനുഷ്യനെ ഭയപ്പെടുന്നു. എന്നാൽ വാസ്തവത്തിൽ ഭയപ്പെടേണ്ടത് ദൈവത്തെയാണ്. ദൈവഭക്തിയോടെ ജീവിക്കേണ്ടതാണ്. എങ്കിലും മനുഷ്യരെന്ത് പറയും, മനുഷ്യർ എന്ത് വിചാരിക്കും, മനുഷ്യരുടെയിൽ എൻ്റെ സ്ഥാനം പോകുമോ, മനുഷ്യരുടെയിൽ എൻ്റെ വില പോകുമോ, ആളുകൾ എന്നെ തരം താഴ്ത്തി കാണുമോ, മനുഷ്യരുടെയിലുള്ളതായ ഒരു ബഹുമതിക്ക് വേണ്ടിയുള്ളതായ ആഗ്രഹമുള്ള മനുഷ്യർ നാം എല്ലാവരും ഒരു അളവിൽ അതുള്ളതാണ്. ഈഗോ എന്ന് പറയുന്നത്, ഈ സെൽഫ് എന്ന് പറയുന്നത്, സ്വയം എന്ന് പറയുന്നതൊക്കെ അതൊക്കെയാണ്. സ്വയം എന്ന് പറയുന്നത് അതൊക്കെയാണ്. മനുഷ്യരെന്ത് കാണും, മനുഷ്യരെന്ത് വിചാരിക്കും. പക്ഷേ കർത്താവിൻ്റെ വചനം പറയുന്നു, മാനുഷ്യഭയം ഒരു കെണിയാകുന്നു. മനുഷ്യരെ നോക്കുന്നത്, മനുഷ്യരുടെ മുഖം നോക്കുന്നത്, മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയണമെന്ന് ആഗ്രഹിക്കുന്നത്, മനുഷ്യരുടെ റെക്കഗ്നീഷൻ വേണമെന്ന് ആഗ്രഹിക്കുന്നത്, അവരുടെ അംഗീകാരം വേണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊരു കെണിയാണ്. മനുഷ്യരുടെ മുമ്പിൽ വിളങ്ങണമെന്ന് ആഗ്രഹിക്കുന്നത്, മനുഷ്യരുടെ മുമ്പിൽ ഷൈൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത്, മനുഷ്യരുടെ മുമ്പിൽ നല്ല പിള്ളയായി കാണപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നത് അതൊരു കെണിയാണ്. മാനുഷ്യഭയം ഒരു കെണിയാകുന്നു. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ വചനം വളരെ വ്യക്തമായി നമ്മെ പഠിപ്പിക്കുന്നു, വളരെ കൃത്യമായി നമ്മെ പഠിപ്പിക്കുന്നു. അപ്പോസ്തലനായ പൗലോസ് ഗലാത്യർക്ക് ലേഖനം എഴുതുമ്പോൾ 1-ാം അധ്യായത്തിൽ അപ്പോസ്തലൻ പറയുന്നുണ്ട്, എന്താണ് മാനുഷ്യഭയം കൊണ്ട് വരുന്നതായ വിഷമമെന്ന്, മാനുഷ്യഭയം കൊണ്ട് വരുന്നതായ പ്രശ്നം എന്താണെന്ന് അപ്പോസ്തലൻ പറയുന്നുണ്ട്. നമുക്ക് വായിക്കാം. ഗലാത്യ ലേഖനം 1-ാം അധ്യായം 10-ാം വാക്യം മുതൽ വായിക്കാം.
ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് ഇപ്പോൾ ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത് അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? അല്ല, ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കാൻ നോക്കുന്നുവോ? ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കയില്ല. ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. മനുഷ്യരുടെ ബഹുമതി ഞാൻ ആഗ്രഹിച്ചാൽ ഞാൻ ക്രിസ്തുവിൻ്റെ ദാസനല്ല. വളരെ വ്യക്തമായിട്ടാണ് അപ്പോസ്തലൻ പറയുന്നത്. ഇത് നമുക്ക് ശരിയായ രീതിയിൽ ഉൾക്കൊള്ളാൻ കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ ഒട്ടേറെ ബാധകൾ മാറിപ്പോകും, ഒട്ടേറെ ബന്ധനങ്ങൾ അഴിഞ്ഞു പോകും. എല്ലാം സ്വയകേന്ദ്രീകൃതമാണ് ജീവിതം, സെൽഫ് സെൻറ്റേർഡാണ് ജീവിതം, സ്വയകേന്ദ്രീകൃതം. ഞാൻ, എനിക്ക്, എൻ്റെ, എന്നെ എന്നതിൽ അടിസ്ഥാനപ്പെടുത്തിയാണ് മനുഷ്യൻ ജീവിക്കുന്നത്. അത് മാറിയിട്ട് ക്രൈസ്റ്റ് സെൻറ്റേർഡായി തീരണം, ക്രിസ്തു കേന്ദ്രീകൃതമായ ജീവിതമായി തീരണം. യേശുവിന് മഹത്വം, എനിക്കല്ല യേശുവേ അവിടത്തേക്ക് മഹത്വം. ഞാൻ ഒരു ദിവസം പ്രഭാതത്തിൽ ഞാൻ എഴുന്നേറ്റത് ദൈവത്തിൻ്റെ കൃപ. കർത്താവേ, ഇന്ന് ഞാൻ കണ്ണ് തുറന്നത് ദൈവത്തിൻ്റെ കൃപ. ഇന്നെൻ്റെ കൈകാലുകൾ ചലിക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ കൃപ. കർത്താവേ, ഇന്ന് ശബ്ദം കേൾക്കാൻ കഴിയുന്ന ദൈവത്തിൻ്റെ കൃപ. ദൈവമേ, നിനക്ക് സ്തുതിയെന്ന് പറയാൻ പോലും എനിക്ക് കഴിഞ്ഞത് ദൈവത്തിൻ്റെ കൃപ. കർത്താവേ, നീ ഇല്ലാതെ എനിക്ക് ജീവിതമില്ല. എന്നെ നിർത്തിയത് നീയാണ് എന്ന ചിന്ത അത് വേണം നമുക്ക്. എല്ലാം ദൈവത്തിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു, അങ്ങനെ വേണം. എന്നിൽ കേന്ദ്രീകരിക്കരുത്. എന്നെ ആരും കാണണമെന്ന് ആഗ്രഹിക്കേണ്ട. ഞാനെന്ന് പറയുന്ന വ്യക്തി കുരിശിൻ്റെ പിന്നിൽ മറന്നു നിൽക്കുക, ക്രൂശിക്കപ്പെട്ടനായ ക്രിസ്തുവിൻ്റെ പിന്നിൽ മറന്നു നിൽക്കുക. ക്രൂശിതനായ ക്രിസ്തുവിൻ്റെ പിന്നിൽ മറന്നു നിന്നുകൊണ്ട് ക്രിസ്തുവിന് മഹത്വം കരയറ്റുവാൻ എനിക്ക് സാധിക്കുക. അതാണ് ഭാഗ്യം. പ്രവർത്തിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് കാണിച്ചു കൊടുക്കാൻ സാധിക്കുക, പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്തുവിനെ ലോകത്തിന് വെളിപ്പെടുത്തി കൊടുക്കാൻ സാധിക്കുക. ക്രിസ്തുവിനെ വെളിപ്പെടുത്തുക, ജീവിതത്തിൽ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കുക. ക്രിസ്തു ആരാണ്, ക്രിസ്തു എങ്ങനെയാണ് എന്ന് അന്വേഷിക്കുന്ന ജനസമൂഹമുണ്ട്. ക്രിസ്തു എങ്ങനെ ഇരിക്കുമെന്ന് ചിന്തിക്കുന്ന ആളുകളുണ്ട്. ആരാണ് ഈ ക്രിസ്തു? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ക്രൂശിക്കപ്പെട്ട് കല്ലറയിൽ അടക്കം ചെയ്യപ്പെട്ട് അങ്ങനെ കടന്നുപോയ ആ ക്രിസ്തു ആരാണ്? പലർക്കും അറിഞ്ഞുകൂടാ. ക്രിസ്തു ആരാണ് എന്നും ക്രിസ്തു എന്താണ് എന്നും അന്വേഷിക്കുന്നവർക്ക് ക്രിസ്തു ഇങ്ങനെയുള്ളവനാണ് എന്ന് ക്രിസ്തുവിനെ ചൂണ്ടിക്കാണിക്കേണ്ടത് ഞാനും നിങ്ങളുമാണ്. എങ്ങനെ? നമ്മുടെ വാക്കുകൊണ്ടല്ല, വാക്കുകൊണ്ടാകാം, പക്ഷേ വാക്കുകൊണ്ടല്ല, നമ്മുടെ ജീവിതത്തിൽ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ചലനത്തിൽ കൂടി ക്രിസ്തുവിനെ കാണിച്ചു കൊടുക്കണം. നമ്മുടെ ഓരോ ചലനവും ഓരോ നിമിഷവും യേശുക്രിസ്തുവിനെ പ്രതിബിംബിക്കുന്നതായിരിക്കണം. ദൈവത്തിന് സ്തോത്രം. ക്രിസ്തു സ്നേഹിച്ചതുപോലെ സ്നേഹിക്കുന്നതായിരിക്കണം. ക്രിസ്തു കോപിക്കുന്നത് പോലെ കോപിക്കുന്നതായിരിക്കണം. പാവത്തിന് നേരെയുള്ള കോപം, പാപിയുടെ നേരെയല്ല, പാവത്തിന് നേരെയുള്ള കോപം. പാപത്തിൻ്റെ മനുഷ്യനെ കെട്ടിയിടുന്ന പിശാചിൻ്റെ നേരെയുള്ള കോപം, മനുഷ്യനെ നശിപ്പിക്കുന്ന ശത്രുവായ പൈശാചികൻ്റെ നേരെയുള്ളതായ കോപം. ക്രിസ്തു കോപിക്കുന്നത് പോലെ കോപിക്കുന്നവനായിരിക്കണം. ക്രിസ്തു കരുണ കാണിക്കുന്നത് പോലെ കരുണ കാണിക്കുന്നവനായിരിക്കണം. ക്രിസ്തു ഓരോരുത്തരുടെ ക്ഷേമം ആഗ്രഹിക്കുന്നത് പോലെ മനുഷ്യൻ്റെ ക്ഷേമം ആഗ്രഹിക്കുന്നതായിരിക്കണം. ക്രിസ്തുമയമായിരിക്കണം നമ്മുടെ ജീവിതം, ക്രിസ്തുവിൽ കേന്ദ്രീകൃതമായ ജീവിതം. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. അപ്പോൾ പറയുകയാണ്, ഞാൻ മനുഷ്യരെയോ ദൈവത്തെയോ സന്തോഷിപ്പിക്കുന്നത്. ഇന്നും ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. ഇത് കേൾക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് തോന്നുന്നു അങ്ങനെ ആർക്ക് ജീവിക്കാൻ സാധിക്കും? മനുഷ്യരും വേണ്ടേ? പ്രിയപ്പെട്ടവരെ, വേണം. നാം മനുഷ്യരെല്ലാവരും സമൂഹജീവികളാണ്, സമൂഹജീവികളാണ്. നമുക്ക് പരസ്പരം സ്നേഹബന്ധം വേണം, പരസ്പരം നമുക്ക് കൂറ് വേണം, പരസ്പരം നമുക്ക് ഐക്യം വേണം. അതൊന്നും തടസ്സമല്ല. എന്നാൽ യേശു ക്രിസ്തുവിലായിരിക്കണം നാം കേൾക്കൂ, നാം ഒരു വിശേഷാൽ പ്രത്യേകതയുള്ള മനുഷ്യരായിരിക്കണം. വിശേഷാൽ പ്രത്യേകത എന്താണ്? വിശേഷാൽ പ്രത്യേകത ഒരു ഡിഫറെൻറ്റ് പേഴ്സൺ ആയിരിക്കണം. വിശേഷാൽ പ്രത്യേകത. ആളുകൾക്ക് പരിഹാസം തോന്നും. ജീവിക്കാൻ കൊള്ളാത്ത മനുഷ്യനെന്ന് പറയും, വിലകെട്ട മനുഷ്യനെന്ന് പറയും. മനുഷ്യർ കളിയാക്കും, കളിയാക്കിയാലും നമുക്ക് പരിഭവമില്ല. മനുഷ്യരെ തെറ്റിദ്ധരിക്കും, നമുക്ക് പ്രയാസമില്ല. മനുഷ്യരെ ഒറ്റപ്പെടുത്തും, ഒരു കൂസലുമില്ല. മനുഷ്യർ നമ്മെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും അവഹേളിക്കുകയും ചെയ്യും, ഒരു ആട്ടവുമില്ല. എന്തുകൊണ്ട്? ക്രിസ്തു നമ്മുടെ ഹൃദയത്തിൽ ജ്വലിച്ച് നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് തമ്മിൽ ശക്തമായി നിൽക്കുന്നു. ക്രിസ്തുവിൻ്റെ ആത്മാവ് തമ്മിൽ കത്തി നിൽക്കുന്നു. ആത്മാവ് കത്തി നിൽക്കുന്നത് കൊണ്ട് ആരെല്ലാം ആക്ഷേപിച്ചാൽ പോലും അത് നമ്മെ തൊടുകയില്ല, ആരെല്ലാം നമ്മെ ഉപദ്രവിച്ചാലും നമ്മെ വേശുകയില്ല. കാരണം
ക്രിസ്തുവിൻ്റെ കൃപ നമ്മെ വലയം ചെയ്തിരിക്കുന്നു. ക്രിസ്തുവിൻ്റെ തിരുരക്തം നമ്മെ ആവരണം ചെയ്തിരിക്കുന്നു. തിരുരക്തത്തിൻ്റെ ആവരണം. ദൈവത്തിന് സ്തോത്രം. ഇനി പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുമോ? തിരുരക്തത്തിൻ്റെ ആവരണം. തിരുരക്തം നമ്മെ ആവരണം ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ പാപങ്ങൾ പുറത്താരും കാണുന്നില്ല. പാവമില്ലാത്തതുകൊണ്ടല്ല. പാവിയായ മനുഷ്യൻ, ഞാനും അതേ നിങ്ങളും അതേ, നമ്മുടെ ജഡത്തിൽ പാവമുണ്ട്, നമ്മുടെ രക്തത്തിൽ പാവമുണ്ട്, നമ്മുടെ സ്വഭാവത്തിൽ പാവമുണ്ട്, നമ്മുടെ പ്രകൃതിയിൽ പാവമുണ്ട്, നമുക്ക് നമ്മുടെ ആളത്വത്തിൽ പാവമുണ്ട് എന്ന് തിരിച്ചറിയാൻ സാധിക്കുന്നതിൻ്റെ വലിയ വെളിവാണ്. പ്രകടമായ പാവം ചെയ്യുന്നില്ല, പ്രകടമായ പാവത്തിൻ്റെ വാക്കുകൾ വരുന്നില്ല, ആരെയും ഉപദ്രവിക്കുന്നില്ല, ആർക്കും ദോഷം വരണമെന്ന് ആഗ്രഹിക്കുന്നില്ല. എങ്കിലും ഞാനെന്ന് പറയുന്ന മനുഷ്യൻ്റെ ഉള്ളിൽ പാവമുണ്ട്. അത് ക്രിസ്തുവിൻ്റെ രക്തത്താൽ മറച്ചു തരികയാണ്, ആവരണം ചെയ്തു തരികയാണ്. ആവരണം ചെയ്യുന്നു. ശത്രുവായി പിശാച് നോക്കുമ്പോൾ ഈ തിരുരക്തത്തിൻ്റെ ആവരണമേ കാണുന്നുള്ളൂ. പാപം ചെയ്ത മനുഷ്യൻ്റെ ജീവിതത്തിൽ കടന്നു വരാൻ പിശാചിന് ഇടം കിട്ടണമെങ്കിൽ പാപം കാണണം. പാപം നോക്കി, ആരുടെ ജീവിതത്തിൽ പാപം ഉണ്ടെന്ന് നോക്കി പിശാച് ഇങ്ങനെ നോക്കി നടക്കുകയാണ്. അപ്പോഴുണ്ട് ആ പാപം കാണുന്നില്ല. കാരണം യേശുക്രിസ്തുവിൻ്റെ രക്തമാണ് പൊതിഞ്ഞിരിക്കുന്നത്, തിരുരക്തം പൊതിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് പാപം കാണാൻ, പുറത്ത് കാണാൻ സാധ്യമാകുന്നില്ല. പിശാചിനെ നമ്മെ തൊടാൻ സാധിക്കുന്നില്ല. സഹോദരങ്ങളെ, ദൈവവും പിശാചും തമ്മിലുള്ള ഒരു യുദ്ധമാണ് വാസ്തവത്തിൽ ലോക ജീവിതത്തിൽ മനുഷ്യ ജീവിതം. ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധം. ദൈവവും പിശാചും തമ്മിലുള്ള യുദ്ധത്തിൽ യേശുക്രിസ്തു ജയിക്കണമെങ്കിൽ ഞാൻ യേശുവിനോട് ചേർന്ന് നിൽക്കണം, ഞാൻ പാപം ചെയ്യരുത്. യേശുക്രിസ്തുവും അന്ത്യക്രിസ്തുവും തമ്മിലുള്ള യുദ്ധത്തിൽ യേശുക്രിസ്തു ജയിക്കണമെങ്കിൽ ഞാൻ അന്ത്യക്രിസ്തുവിന് ഇടം കൊടുക്കരുത്, ഞാൻ അവിശ്വാസത്തിന് ഇടം കൊടുക്കരുത്, ഞാൻ കോപത്തിന് ഇടം കൊടുക്കരുത്, ഞാൻ വാശിക്കും വൈരാഗ്യത്തിനും പകയ്ക്കും വിദ്വേഷത്തിന് ഇടം കൊടുക്കരുത്. എൻ്റെ ഹൃദയത്തിൽ സ്നേഹമായിരിക്കണം, എൻ്റെ ഹൃദയത്തിൽ ആർദ്രതയായിരിക്കണം. പാപത്തെ ശാസിക്കുമ്പോഴും പാപത്തിന് നേരെ കോപിക്കുമ്പോഴും എൻ്റെ ഹൃദയത്തിൽ ആർദ്രത നിറഞ്ഞു നിൽക്കണം, ദൈവസ്നേഹം നിറഞ്ഞു നിൽക്കണം, കർത്താവിൻ്റെ മനോഭാവമായിരിക്കണം എനിക്ക്. ദൈവത്തിന് സ്തോത്രം. ഇന്ന് ഞാൻ മനുഷ്യരെ പ്രസാദിപ്പിക്കുന്നുവെങ്കിൽ ക്രിസ്തുവിൻ്റെ ദാസനായിരിക്കുകയില്ല. നമുക്ക് വായിക്കാം, വേറൊരു വാക്യം വായിക്കാം. ദൈവത്തിന് സ്തോത്രം. കർത്താവായ യേശു ക്രിസ്തുവിനെ പറഞ്ഞതാണ് യോഹന്നാന് ശേഷം 12-ാം അധ്യായത്തിൽ. യോഹന്നാന് ശേഷം 12-ാം അധ്യായത്തിൽ 42-ാം വാക്യം നമുക്ക് വായിക്കാം. എന്നിട്ടും പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ലാതാനും അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. പ്രമാണികളിൽ തന്നെയും അനേകർ അവനിൽ വിശ്വസിച്ചു. സത്യമാണ് യേശുക്രിസ്തു പറയുന്നതെന്ന് അവർക്ക് മനസ്സിലായി, അവർക്ക് അത് ഗ്രഹിക്കാൻ കഴിഞ്ഞു. യേശുക്രിസ്തു യെരൂശലേം ദേവാലയത്തിൽ വെച്ച് പറയുന്നത്, എരിഹോവിൻ്റെ തെരുവിലൂടെ നടന്നപ്പോൾ പറഞ്ഞത്, ബേത്സയിലും കോറസീനിലും ചെന്നപ്പോൾ പറഞ്ഞത്, കഫർനഹൂമിൽ പ്രവർത്തിച്ചപ്പോൾ പറഞ്ഞത്, യേശുക്രിസ്തു ആ ദേശങ്ങളിലൂടെ സഞ്ചരിച്ചപ്പോൾ പറഞ്ഞത് എല്ലാം അവരെ കേട്ടു. ശരി, ഇത് സത്യമാണെന്ന് അവർക്ക് മനസ്സിലായി. അവർക്ക് മനസ്സിലായി പറയുന്നത് സത്യമാണെന്ന്. പ്രമാണികൾ തന്നെയും പലരും വിശ്വസിച്ചു. ശരിക്കും അവർ വിശ്വസിച്ചു, സത്യമാണ് ഈ പറയുന്നത്. ഇന്നും അനേകം പ്രമാണികൾക്കറിയാം നമ്മുടെ ഈ കൂട്ടായ്മ പറയുന്നത് സത്യമാണ് എന്ന്. ഈ കൂട്ടായ്മയിൽ മുഴങ്ങുന്ന ദൈവശബ്ദം അത് സമ്പൂർണ്ണ സത്യമാണെന്നറിയാം. ഇവിടെയുള്ള പ്രസംഗങ്ങളിൽ നേരിടുന്നത് അത് സാക്ഷാൽ നിർമ്മല വചനമാണെന്നറിയാം. ഒരു പ്രത്യേക കക്ഷി താല്പര്യമില്ല എന്നും, ഒരു പ്രത്യേക സഭയോട് കൂറില്ല എന്നും, ഒരു സഭയുടെയും വക്താക്കളായിട്ടല്ല നിൽക്കുന്നതെന്നും, എല്ലാ സഭകളെയും സ്നേഹിക്കുന്നതെന്നും, എല്ലാ മതങ്ങളെയും സ്നേഹിക്കുന്നതെന്നും എല്ലാം ആളുകൾക്കറിയാം. എന്നാൽ എന്താണ് കാരണം? പള്ളി പ്രമാണികൾ പോലും വിശ്വസിച്ചെങ്കിലും, അടുത്ത വാക്യം വായിക്കൂ, പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. പരീശന്മാർ നോക്കി നിൽക്കുകയാണ്. ആരാണ് യേശുവിൻ്റെ പിറകെ പോകുന്നത്? ഈ കൂട്ടായ്മയിൽ ആരാണ് പോകുന്നത്? നോക്കി നടക്കുകയാണ്. അങ്ങോട്ട് ആരാ പോകുന്നത്? കൂട്ടായ്മയിലേക്ക് ആരാണ് പോകുന്നത്? ദൈവത്തിന് വചനം കേൾക്കാൻ ആരാണ് പോകുന്നത്? ആ കൂട്ടായ്മയിൽ ആരെല്ലാമാണ് ചേർന്ന് നിൽക്കുന്നത്? നോക്കുകയാണ്. അങ്ങനെ ഉള്ളവരെ തെരഞ്ഞുപിടിച്ച് പള്ളി ഭ്രഷ്ടരാക്കാൻ അവർ നോക്കുകയാണ്. പരീശന്മാരുടെ ഉദ്ദേശം എന്തെങ്കിലും കുറ്റം കണ്ടുപിടിച്ച് അവരെ പള്ളി ഭ്രഷ്ടരാക്കുക എന്നുള്ളതായിരുന്നു. ഏതെങ്കിലും ഒരു പോയിന്റ് കണ്ടുപിടിച്ചിട്ട് വേണം പള്ളി ഭ്രഷ്ടരാക്കാൻ. പള്ളി ഭ്രഷ്ടരാക്കാൻ നോക്കുകയായിരുന്നു. എന്താണ് വായിക്കുന്നത്? എങ്കിലും പള്ളി ഭ്രഷ്ടരാകാതിരിപ്പാൻ പരീശന്മാർ നിമിത്തം ഏറ്റുപറഞ്ഞില്ല താനും. യേശുവിനെ ഏറ്റുപറയുവാൻ മടിച്ചു. യേശുവിനെ ഏറ്റുപറയുവാൻ മടിച്ചു. പള്ളി ഭ്രഷ്ടനാകുകയില്ലേ? എൻ്റെ വില പോവുകയില്ലേ? എൻ്റെ പള്ളിയിലെ സ്ഥാനം പോവുകയില്ലേ? മനുഷ്യരുടെ മുമ്പിലുള്ളതായ ആദരം പോവുകയില്ലേ? മനുഷ്യരുടെ മുമ്പിലുള്ളതായ ആദരവ് അത് നഷ്ടപ്പെടുകയില്ലേ? വേണ്ടത് എനിക്ക് മനുഷ്യരുടെ ആദരവാണ്. കൂട്ടത്തിൽ ഈ കൂട്ടായ്മയിൽ ഇടയ്ക്ക് പോവുകയും ചെയ്യാം, കുഴപ്പമില്ല. എന്നാൽ അവിടെ ഒരു റിസ്ക് എടുക്കാൻ ആരും തയ്യാറല്ല. റിസ്ക് എടുക്കാൻ തയ്യാറല്ല. നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് ഞാൻ പറയുന്നത്, റിസ്ക് എടുക്കാൻ തയ്യാറാകണം. അതിൻ്റെ റിസ്ക് എന്താണ്? റിസ്ക് നാം സകലരാലും തെറ്റിദ്ധരിക്കപ്പെടുന്നു എന്നുള്ളതാണ്. നാം പള്ളി ഭ്രഷ്ടരാകുക എന്നുള്ളതാണ്. മനുഷ്യർ നമ്മെ പരിഹസിക്കുകയും നമ്മെ ഒറ്റപ്പെടുത്തുകയും ചെയ്യുമെന്നുള്ളതാണ്. മനുഷ്യർ നമ്മെ നിന്ദിച്ച് നമ്മെ ഉപേക്ഷിച്ച് കളയുമെന്നുള്ളതാണ്.
നാം തുച്ഛീകരിക്കപ്പെടും. ദൈവത്തിന് സ്തോത്രം. പള്ളി ഭ്രഷ്ടരാകാതിരിക്കാൻ പരീശന്മാർ നിമിത്തം ഏറ്റു പറഞ്ഞില്ല താനും. എന്താ കാരണം? അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. മാനുഷഭയം ഒരു കെണിയാകുന്നു. ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. മനുഷ്യരുടെ മാനം മതി, ദൈവത്തിൻ്റെ മാനത്തെക്കുറിച്ച് ചിന്തയില്ല. ദൈവം മാനിക്കുന്നുണ്ടോ അത് ചിന്തയില്ല. ദൈവം എന്നെ നോക്കി വ്യസനിക്കുകയാണോ ചിന്തയില്ല. സത്യത്തിന് സാക്ഷി നിൽക്കേണ്ട സമയത്ത് നാം പുറകോട്ട് മാറുന്നു. ആണോ? സത്യത്തിന് സാക്ഷി നിൽക്കേണ്ട സമയത്ത്, സത്യം ഉച്ചത്തിൽ പറയേണ്ട സമയത്ത്, സത്യത്തിന് വേണ്ടി പോരാടേണ്ട സമയത്ത് നാം മാറി നിൽക്കുന്നു. ഒരിക്കലും അരുത് പ്രിയപ്പെട്ടവരെ. ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. ഒരു കാരണവശാലും സംഭവിക്കരുത്. മാനുഷഭയം ഒരു കെണിയാകുന്നു. മാനുഷഭയം വന്നു പോകരുത്. മനുഷ്യരെന്നെ എന്നിൽ പ്രസാദിക്കണം, മനുഷ്യർ എന്നെ സ്നേഹിക്കണം, മനുഷ്യർ എന്നെ ബഹുമാനിക്കണം, മനുഷ്യർ എന്നെക്കുറിച്ച് നല്ലത് പറയണം എന്നുള്ള ചിന്തയുടെ പിന്നിൽ പൈശാചികന് കെണിയുണ്ട്. അത് സാത്താൻ വയ്ക്കുന്നൊരു കെണിയാണ്. പിശാച് നമ്മെ പലരെയും പൂട്ടിയിടുന്ന കെണിയാണ്. മദ്യപാനമില്ലല്ലോ, അല്ലെങ്കിൽ വ്യഭിചാര ജീവിതമില്ലല്ലോ, മോഷണമില്ലല്ലോ, കവർച്ചയില്ലല്ലോ, വേറെ ആരെയും ഉപദ്രവിക്കുന്നില്ലല്ലോ, പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ, നമസ്കാരം ചൊല്ലുന്നുണ്ടല്ലോ, പള്ളിയിൽ പോകുന്നുണ്ടല്ലോ, ഞാൻ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, കൊള്ളാം, നല്ലതെന്ന് തോന്നും. പക്ഷേ അകത്ത് നിഗൂഢമായി കിടക്കുന്നൊരു പാവമാണത്. അകത്ത് ആരും അറിയാതെ കിടക്കുന്നൊരു പാവമാണ്. മനുഷ്യരാലുള്ള മാനത്തെ സ്നേഹിക്കുന്നു, മനുഷ്യരുടെ മുമ്പിൽ നല്ല പിള്ളയാകാൻ ശ്രമിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ശ്രദ്ധിക്കുക, വളരെ ഗൗരവമായ കാര്യമാണ് പറയുന്നത്. അവർ ദൈവത്താലുള്ള മാനത്തേക്കാൾ മനുഷ്യരാലുള്ള മാനത്തെ അധികം സ്നേഹിച്ചു. കർത്താവ് തൻ്റെ പരിശുശ്രൂഷ വേളയിൽ അവിടുന്ന് പറഞ്ഞു, ദൈവത്തെ ഏറ്റുപറയുവാൻ മടിക്കുക എന്ന് പറയുന്നത്, ദൈവത്തെ സാക്ഷിക്കാൻ മടിക്കുക എന്ന് പറയുന്നത് അത് ഭയാനകമായൊരു പാവമാണെന്ന് കർത്താവ് പറഞ്ഞു. നമുക്ക് വായിക്കാം ലൂക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായത്തിൻ്റെ 8-ാം വാക്യം. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ തള്ളിപ്പറയും. മനുഷ്യപുത്രൻ്റെ നേരെ ഒരു വാക്ക് പറയുന്ന ഏവനോടും ക്ഷമിക്കും, പരിശുദ്ധാത്മാവിൻ്റെ നേരെ ദൂഷണം പറയുന്നവനോടോ ക്ഷമിക്കയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. എന്നാൽ നിങ്ങളെ പള്ളികൾക്കും കോയ്മകൾക്കും അധികാരങ്ങൾക്ക് മുമ്പിൽ കൊണ്ടുപോകുമ്പോൾ എങ്ങനെയോ എന്തോ പ്രതിവാദിക്കേണ്ടു, എന്തു പറയേണ്ടുവെന്ന് വിചാരപ്പെടേണ്ട. പറയേണ്ടത് പരിശുദ്ധാത്മാവ് ആ നാഴികയിൽ തന്നെ നിങ്ങളെ പഠിപ്പിക്കും. വളരെ വ്യക്തമായി, വളരെ കൃത്യമായി കർത്താവ് പറഞ്ഞു തരികയാണ്. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. എന്നെ ആരെങ്കിലും സാക്ഷിക്കുന്നെങ്കിൽ, പരസ്യമായി എന്നെക്കുറിച്ച് ആരെങ്കിലും സാക്ഷ്യം പറയാൻ തയ്യാറാവുമെങ്കിൽ, ഞാൻ യേശുവിൻ്റെ കൂടെ ഉള്ളവനെന്ന് ആരുടെയും മുമ്പിൽ പറയുവാൻ ധൈര്യം കാണിക്കുമെങ്കിൽ, ഞാനും യേശുവിൻ്റെ കൂടെ തന്നെയാണ്, പലരും വെറുക്കുന്ന യേശുവിൻ്റെ കൂടെ ഞാനുണ്ട്, ഞാൻ യേശുവിൻ്റെ കൂടെ തന്നെ ആയിരിക്കും എന്ന് പറയാൻ ധൈര്യം കാണിക്കുമെങ്കിൽ, അവനെ പിതാവായ ദൈവത്തിൻ്റെ മുമ്പാകെയും ദൈവത്തിൻ്റെ ദൂതന്മാരുടെ മുമ്പാകെയും ഞാൻ ഏറ്റുപറയുമെന്നാണ് കർത്താവ് പറഞ്ഞത്. അവനെ നിത്യതയിൽ ഞാൻ സാക്ഷിക്കും, അവന് വേണ്ടി ഞാൻ നിൽക്കും, അവനെ ഞാൻ സാക്ഷിക്കും, ഞാൻ അവൻ്റെ ജാമ്യക്കാരനായിരിക്കും, ഞാൻ അവന് വേണ്ടി പക്ഷപാതം കഴിക്കുന്നതായിരിക്കും, അവന് വേണ്ടി ഞാൻ പിതാവിന് മുമ്പിൽ പക്ഷപാതം ചെയ്യും, അവനെ ഞാനും ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. ഏതാണ് വേണ്ടത്? ഈ ഭൂമിയിലെ സൗഭാഗ്യങ്ങളാണോ? ഈ ഭൂമിയിലെ സന്തോഷങ്ങളാണോ? ഈ ഭൂമിയിലെ അംഗീകാരമാണോ? മനുഷ്യനുള്ളതായ വിലയും നിലയുമാണോ? ഏതാണ് വേണ്ടത്? അതോ വേണ്ടത് യേശു ക്രിസ്തുവിൻ്റെ സന്നിധിയിൽ തീർച്ചയായും അംഗീകരിക്കപ്പെടുന്ന ഭാഗ്യാവസ്ഥ, യേശു ക്രിസ്തു പ്രസാദിക്കുന്ന ഭാഗ്യാവസ്ഥ. അതിൻ്റെ വില എത്ര വലുതാണ്! ദൈവത്തിന് സ്തോത്രം. ഇന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നവരെ ലോകത്തിന് വിലയില്ല. ഇന്ന് ക്രിസ്തുവിൻ്റെ വിശുദ്ധി അനുഭവിച്ച് നിൽക്കാൻ കൊതിക്കുന്നവരെ ലോകം മാനിക്കുന്നില്ല. ഇന്ന് ക്രിസ്തുവിന് വചനപ്രകാരം ജീവിക്കാൻ താല്പര്യപ്പെടുന്നവരെ മനുഷ്യരെല്ലാം അവഹേളിക്കുകയും നിന്ദിക്കുകയും ചെയ്യും. അവരെ കോയ്മകളും അധികാരങ്ങളും അവർക്കെതിരെ പടവാളോങ്ങും. ദൈവത്തിന് സ്തോത്രം. പ്രിയപ്പെട്ടവരെ, എന്നാൽ കേൾക്കൂ, ഒരു ദിവസം വരുന്നുണ്ട്, അന്ന് അവരവരെ മാനിക്കുന്ന, ഓരോരുത്തരും ചെയ്യുന്നതിനൊത്തവണ്ണം മാനിക്കുന്ന ഒരു ദിവസം വരുന്നുണ്ട്. ആരാണ് മാനിക്കുന്നത്? നിത്യനായ പിതാവ് മാനിക്കും. കർത്താവായ യേശു ക്രിസ്തു തനിക്ക് വേണ്ടി നിന്നവരെ, തൻ്റെ സാക്ഷികളായി നിന്നവരെ, തനിക്ക് തൻ്റെ സ്ഥാനത്ത് നിന്നവരെ, തന്നോട് ചേർന്ന് നിന്നവരെ, തന്നെ സാക്ഷിച്ചവരെ യേശു ക്രിസ്തു പിതാവിൻ്റെയും ദൂതന്മാരുടെ മുമ്പിൽ ഏറ്റുപറയും. ഈ മനുഷ്യരുടെ മുമ്പിൽ ആരെങ്കിലും എന്നെ ഏറ്റുപറഞ്ഞാൽ അവനെ മനുഷ്യപുത്രനും ദൈവദൂതന്മാരുടെ മുമ്പാകെ ഏറ്റുപറയും. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ
ഞാനും തള്ളിപ്പറയും. ദൈവത്തിന് സ്തോത്രം. മനുഷ്യരുടെ മുമ്പിൽ എന്നെ തള്ളിപ്പറയുന്നവനെ ദൈവദൂതന്മാരുടെ മുമ്പിൽ ഞാനും തള്ളിപ്പറയും. എത്ര ഭയാനകമായ കാര്യം! ഇന്ന് അംഗീകാരമുണ്ട്, എല്ലായിടത്തും പ്രസിദ്ധിയുണ്ട്, ഉയർന്ന സ്ഥാനങ്ങളിൽ നമുക്ക് കടന്നു ചെല്ലാൻ സാധിക്കും. വേണമെങ്കിൽ പ്രിയപ്പെട്ടവരെ, അത്യുന്നതന്മാരുടെ പലരുടെയും ബഹുമാനം കിട്ടും, ഉന്നതന്മാരുടെ പലരുടെയും അംഗീകാരം കിട്ടും, വളരെ സ്നേഹവും ബഹുമാനവും കിട്ടും, നമ്മെ ഉയർത്തി പറഞ്ഞുകൊണ്ടിരിക്കും. നല്ലത്, ഇന്നിതൊക്കെ വേണമെങ്കിൽ സാധിക്കാം. എന്നാൽ അവിടെ ചെല്ലുമ്പോഴോ ഒരു ദിവസം നിത്യത്തിലേക്ക് കടന്നു ചെല്ലണ്ടേ? ഒരു ദിവസം നാം മരണത്തെ നേരിടണ്ടേ? ഒരു ദിവസം ഈ ഭൂമിയിൽ നിന്ന് മാറ്റപ്പെടണ്ടേ? എൻ്റെ സ്നേഹിതരെ, അന്ന് നിത്യത്തിലേക്ക് ചെല്ലുമ്പോൾ അന്ന് പോകുവീൻ, ഇവനെ ഞാൻ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേൾക്കേണ്ടി വന്നാൽ എത്രയോ ഭയാനകം. ശപിക്കപ്പെട്ടവരെ, എന്നെ വിട്ട് പിശാചിനും അവൻ്റെ ദൂതന്മാർക്ക് ഒരുക്കിയിരിക്കുന്ന നരകാഗ്നിയിലേക്ക് പോകുകയും അവിടെ കരച്ചിലും പല്ലുകടിയും ഉണ്ടാകുമെന്നുള്ള ശബ്ദം ഒന്ന് കേൾക്കേണ്ടി വന്നാൽ എത്ര ഭയാനകം, എത്രമാത്രം ഗൗരവതരമാണത്. ഇവിടെ ഇന്ന് മാനം കിട്ടി, ഇവിടെ ഇന്ന് ബഹുമാനം കിട്ടി, ഇവിടെ ഇന്ന് സ്നേഹം കിട്ടി, ആളുകൾ തലയിൽ വെച്ചുകൊണ്ട് നടന്നു, എല്ലായിടത്തും പേരുണ്ട്, എല്ലായിടത്തും പ്രസിദ്ധിയുണ്ട്, ഇന്ന് കൊള്ളാം, നല്ലത് നല്ലതെന്ന് പറയാൻ ആളുണ്ട്. എന്നാൽ അവിടെ ചെല്ലുമ്പോൾ ഇവനെ അറിയുന്നില്ല എന്നുള്ള ശബ്ദം കേട്ടാലോ, എനിക്കിവനെ പരിചയമില്ല എന്ന് യേശു പറഞ്ഞാലോ, ഇവനെനിക്ക് ഒരു കാലത്തും എനിക്ക് പരിചയമില്ല, ഇവൻ എന്നോട് കൂടെ നിന്നിട്ടില്ല എന്ന് പറഞ്ഞാലോ, അപ്പോൾ വേണമെങ്കിൽ പറയാം, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വളരെ അത്ഭുത പ്രവൃത്തികൾ ചെയ്യുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ ഞങ്ങൾ രോഗികൾക്ക് സൗഖ്യം കൊടുക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ വീര്യപ്രവൃത്തികൾ ചെയ്തു, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഭൂതങ്ങളെ പുറത്താക്കി എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. കർത്താവിൻ്റെ നാമത്തിലാണ് ഇതെല്ലാം ചെയ്തത്. രോഗശാന്തി ശുശ്രൂഷകളുണ്ട്, കൃപാവരങ്ങളുണ്ട്, അനുഗ്രഹിക്കപ്പെട്ട വചനമുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടുപോകുവിൻ. അധർമ്മം മാറിയില്ല, പാപം മാറിയില്ല. പ്രസംഗമുണ്ട്, വലിയ ശുശ്രൂഷകളുണ്ട്, വലിയ അത്ഭുത രോഗശാന്തിയുണ്ട്, വലിയ അടയാളങ്ങളുണ്ട്. പക്ഷേ ദൈവത്തിൻ്റെ ആ ശബ്ദം ഒന്ന് കേൾക്കേണ്ടി വരും. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുകയും ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല എന്ന് ഞാൻ അവരോട് തീർത്ത് പറയും. മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ അവസാന ഭാഗം, കർത്താവിൻ്റെ ആദ്യത്തെ പ്രസംഗം, ഗിരിപ്രഭാഷണം, അതിൻ്റെ അവസാന ഭാഗത്ത് കാണാം, കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പലരും ആ നാളിൻ്റെ അടുക്കിലേക്ക് വരുമെന്ന് വായിക്കാം. എന്നോട് കർത്താവേ കർത്താവേ എന്ന് പറയുന്നവൻ ഏവനുമല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവിൻ്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ സ്വർഗരാജ്യത്തിൽ കടക്കുന്നത്. കർത്താവേ കർത്താവേ, നിൻ്റെ നാമത്തിൽ ഞങ്ങൾ പ്രവചിക്കുകയും നിൻ്റെ നാമത്തിൽ ഭൂതങ്ങളെ പുറത്താക്കുകയും നിൻ്റെ നാമത്തിൽ വളരെ വീര്യപ്രവൃത്തികൾ പ്രവർത്തിക്കുകയും ചെയ്തില്ലയോ എന്ന് പലരും ആ നാളിൽ എന്നോട് പറയും. അന്ന് ഞാൻ അവരോട്, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല, ഞാൻ ഒരു നാൾ നിങ്ങളെ അറിഞ്ഞിട്ടില്ല. അധർമ്മം പ്രവർത്തിക്കുന്നവരെ എന്നെ വിട്ടുപോകുവീൻ, എന്നെ വിട്ടുപോകുവീൻ എന്ന് തീർത്ത് പറയും. തീർത്ത് പറയും. യേശുക്രിസ്തുവിൻ്റെ തിരുമുഖത്ത് നിന്ന് കർത്താവ് താൻ നേരിട്ട് പറഞ്ഞ വാക്കാണ്. അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീനെന്ന് ഞാൻ അവരോട് തീർത്ത് പറയും. എൻ്റെ സ്നേഹിതരെ, ഇത് കേൾക്കുന്ന നിങ്ങൾ ആരെങ്കിലും അന്ന് ഈ ശബ്ദം കേൾപ്പാനിടയാ വരരുത്. എൻ്റെ കർത്താവേ, അവിടുന്ന് അധർമ്മം പ്രവർത്തിക്കുന്നവരെ നിങ്ങൾ എന്നെ വിട്ടു പോകുവീനെന്ന് തീർത്ത് പറയുന്ന ശബ്ദം കേൾപ്പാൻ ആർക്കിടയാകരുത്. അതുകൊണ്ട് ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ മനുഷ്യരുടെ മാനം വേണ്ട എന്ന് വെക്കുവീൻ, മനുഷ്യരുടെ ബഹുമതി വേണ്ട എന്ന് വെക്കുവീൻ. എന്തും സംഭവിച്ചു കൊള്ളട്ടെ, മനുഷ്യർ നിങ്ങളെ ഉപദ്രവിച്ചു കൊള്ളട്ടെ, മനുഷ്യർ നിങ്ങളെ ഒറ്റപ്പെടുത്തി കൊള്ളട്ടെ, മനുഷ്യർ നിങ്ങളെ ഉപേക്ഷിച്ച് കളയട്ടെ, മനുഷ്യർ നിങ്ങളെ നിന്ദിച്ചു കൊള്ളട്ടെ, അവർ നിങ്ങളെ കാലിൻ്റെ താഴെയിട്ട് ചവിട്ടിക്കൊള്ളട്ടെ, അവർ നിങ്ങളെ തൊഴിച്ച് മാറ്റട്ടെ, പേടിക്കേണ്ട. ദൈവത്തിന് സ്തോത്രം. നിങ്ങൾക്ക് മാനം ലഭിക്കാൻ പോകുന്നു. ഇന്നത്തെ ഈ കുരിശ് നാളത്തെ കിരീടമായി മാറാൻ പോകുന്നു. ദൈവത്തിന് സ്തോത്രം. ഈ കുരിശ് നിനക്ക് കിരീടമായി മാറുന്നതിന് നിന്നെ തന്നെ നീ സമർപ്പിക്കുക. ദൈവത്തിന് സ്തോത്രം. ഒരു വാക്യം കൂടി ചേർത്ത് വായിക്കാം. ലൂക്കോസിന് ശേഷം 9-ാം അധ്യായം 26-ാം വാക്യം. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ, ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ, അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. അവനെക്കുറിച്ച് കർത്താവിൻ്റെ 2-ാമത്തെ വരവിൽ കർത്താവ് നാണിക്കും. എന്താണ്? ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തന്നെത്താൻ നഷ്ടമാക്കി കളയുകയോ ഛേദം വരുത്തുകയോ ചെയ്താൽ അവൻ എന്ത് പ്രയോജനം? ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ, അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധ ദൂതന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ചും കർത്താവായ യേശുവിനെക്കുറിച്ചും നാണം വരുന്നു. വേണ്ട. ഈ ആളുകളൊക്കെ കേട്ടാൽ മോശമല്ലേ? അവരറിഞ്ഞാൽ മോശമല്ലേ? വേണ്ട. ഞാനിങ്ങനെ സത്യവചനത്തോട് ചേർന്ന് നിൽക്കുന്നവരാണെന്ന് ആരും അറിയണ്ട. ഞാൻ തനിയായിരുന്നു പ്രാർത്ഥിച്ചാൽ മതിയല്ലോ. ഞാൻ അങ്ങനെ ആളുകളുടെ മുമ്പിൽ നിന്ദിതനാകണ്ട എന്ന് വിചാരിച്ചാൽ സംഭവിക്കുന്നതാണ്. ആരെങ്കിലും എന്നെയും എൻ്റെ വചനങ്ങളെയും കുറിച്ച് നാണിച്ചാൽ
അവനെക്കുറിച്ച് മനുഷ്യപുത്രൻ തൻ്റെയും പിതാവിൻ്റെയും വിശുദ്ധന്മാരുടെയും മഹത്വത്തിൽ വരുമ്പോൾ നാണിക്കും. ഇത് കർത്താവായ യേശുവിൻ്റെ രണ്ടാമത്തെ വരയിൽ കർത്താവ് അവരെക്കുറിച്ച് ലജ്ജിക്കും. ആ ഭയാനകമായ സ്ഥിതി നമുക്കാർക്കും വരരുതെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നു. ഇന്ന് ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിധിയിൽ താഴാം. കർത്താവിനോട് പറയാം, കർത്താവേ, ഇതുവരെയും ഞാൻ മനുഷ്യരെ ഭയന്നു, ഇതുവരെയും മനുഷ്യഭയം കൊണ്ട് നിന്നെ സാക്ഷിക്കാൻ മറന്നു, ഇതുവരെയും മനുഷ്യരെ പേടിച്ച് മനുഷ്യരുടെ ഇടയിലുള്ള മാനവും സ്ഥാനവും നോക്കി കർത്താവെ ഞാൻ നിന്നെ മാനിക്കാൻ മറന്നുപോയി. കർത്താവെ, എൻ്റെ തെറ്റിനെ എൻ്റെ മേൽ കണക്കിടല്ലേ. അന്ത്യനാളിൽ നീ എന്നെക്കുറിച്ച് നാണിക്കുന്നാണല്ലോ പറഞ്ഞത്. അതെനിക്ക് വരല്ലേ കർത്താവെ. ഞാനിതാ എന്നെ തന്നെ നിനക്ക് തരുന്നു. ഇപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒന്നുപോയ പാപങ്ങൾ കർത്താവെ ഞാൻ എന്തു ചെയ്യും? പാപങ്ങളേറെ സംഭവിച്ചു പോയി. നിൻ്റെ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. കുരിശിൽ ചൊരിഞ്ഞ തിരുരക്തത്താൽ എന്നെ കഴുകണമേ. ഇവിടെ വെച്ച് എൻ്റെ പാപങ്ങൾ കഴുകപ്പെട്ടില്ലെങ്കിൽ അന്ന് ഞാൻ ലജ്ജിതനായി നിൽക്കേണ്ടി വരുമല്ലോ. ഞാൻ ലജ്ജിതനായി പുറത്തേക്ക് മാറേണ്ടി വരുമല്ലോ. പോകുകയും നിന്നെ അറിയുന്നില്ല എന്നുള്ള കഠിന ശബ്ദം ഞാൻ കേൾക്കേണ്ടി വരുമല്ലോ. അതെനിക്ക് കേൾക്കാനിട വരല്ലേ. ഇന്നിതാ ഞാൻ എന്നെ തന്നെ നിൻ്റെ കരങ്ങളിലേക്ക് തരുന്നു. സ്നേഹിതരെ, നിങ്ങൾക്ക് സമർപ്പിക്കാൻ തോന്നുന്നുണ്ടോ? ജീവിതം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ തോന്നുന്നുണ്ടോ? യേശുവിനോടൊരു ഉള്ളു തുറന്നൊരു വാക്ക് പറയാൻ തോന്നുന്നുണ്ടോ? കഴിഞ്ഞ കാലങ്ങൾ എൻ്റെ മേൽ കണക്കിടരുതേ. കഴിഞ്ഞ കാലങ്ങൾ എന്നോട് ഓർക്കരുതേ. കഴിഞ്ഞ കാല അകൃത്യങ്ങളുടെ മേൽ കണക്കിടരുതേ. എൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ നിന്നെല്ലാം അയച്ചു കളയണമേ. നാഥാ, എൻ്റെ പേരും ജീവൻ്റെ പുസ്തകത്തിൽ എഴുതി ചേർക്കുവാൻ ഇന്ന് തിരുമനസ്സാകണമേ. എൻ്റെ അകൃത്യങ്ങൾ പോക്കണമേ. തിരുരക്തത്താൽ എനിക്ക് മുദ്ര തരണമേ. കർത്താവേ, പരിശുദ്ധാത്മാവിന് മുദ്ര, നിത്യജീവന് വേണ്ടിയുള്ള മുദ്ര എനിക്ക് തന്നെ എഴുന്നേൽപ്പിക്കണമേ. പ്രാർത്ഥിക്കുമോ നിങ്ങൾ? ഹൃദയം കൊടുക്കുമോ നിങ്ങൾ? യേശുവിനെ കുരിശിൻ ചുവട്ടിലേക്ക് നിങ്ങൾ അതിനെ സമർപ്പിക്കുമോ? ക്രൂശിൽ ചൊരിഞ്ഞ തിരുരക്തം ഇപ്പോൾ നിങ്ങളെ കഴുകട്ടെ, നിങ്ങളുടെ ബാധകൾ മാറ്റട്ടെ, നിങ്ങളുടെ ബന്ധനങ്ങൾ അഴിക്കട്ടെ, ശാപങ്ങൾ നീക്കട്ടെ, പാപങ്ങൾ ക്ഷമിക്കട്ടെ, പുതിയ ജീവിതത്തിലെ വിശുദ്ധി നിങ്ങൾക്ക് നൽകട്ടെ, സ്നേഹത്താൽ നിങ്ങൾ നിറയ്ക്കട്ടെ. ക്രിസ്തുവിൻ്റെ സ്നേഹം നിങ്ങളിൽ നിറഞ്ഞു നിന്ന് അനേകരെ ഈ സ്നേഹത്തിലേക്ക് ആകർഷിക്കുവാനുള്ള സൗഭാഗ്യം നിങ്ങൾക്ക് തരട്ടെ. സത്യസാക്ഷികളാക്കി നിങ്ങൾ തീർക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ ഇതിനെ സ്തുതിക്കുന്നു. തിരുവചനങ്ങൾക്കായി ഞങ്ങൾ ഇതിനെ സ്തോത്രം ചെയ്യുന്നു. വചനം കേട്ട് എല്ലാവരെയും അനുഗ്രഹിക്കണമേ. കർത്താവേ, നിൻ്റെ മക്കൾ എടുത്ത തീരുമാനത്തിന്മേൽ കർത്താവേ അവിടുത്തെ കൃപ പകരണമേ. നാഥ, നിൻ്റെ മക്കളെ നിലനിർത്തണമേ. അവിടുത്തെ രണ്ടാമത്തവന് വേണ്ടി ഒരുക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമീൻ.